കേരളം സവിശേഷമായ അനേകം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ രൂപപ്പെടുത്തുന്ന നമ്മുടെ ചുറ്റുപാടുകൾ, അതിൻ്റെ നിറമുള്ള ഓർമ്മകൾ, അത് ഏത് പരിതസ്ഥിതിയിലും നമ്മെ മുന്നോട്ട് നയിക്കാൻ വളരെ ശക്തിയുള്ള ഒന്നാണ്. അത്തരത്തിലുള്ള പാരസ്പര്യത്തിൻ്റെ ചില കഥകളാണ് നമ്മളിവിടെ പറയുന്നത്. പൊന്നാനിയെക്കുറിച്ച് പറയുമ്പോൾ ഉന്നതമായ ഒരു മാനവിക പാരസ്പര്യത്തിൻ്റെ ചരിത്രം പൊന്നാനിക്കുണ്ട്. വൈജ്ഞാനികമായ പാരമ്പര്യം ഒട്ടേറെയുണ്ട്. അതിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പോരാട്ട ഗ്രന്ഥം ഉൾപ്പെടെ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ചരിത്രമുണ്ട്. അതോട് ചേർത്ത് തന്നെ വലിയ കാവ്യങ്ങൾ രചിച്ച ഉമർ ഖാദിയുടെ സൂഫി പാരമ്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് മാത്രമെന്ന് കരുതരുത്. അവിടെ ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനുണ്ട്. അവിടെ തന്നെ മഹാനായ വലിയ കവിയായിരുന്ന, ദേശീയ കവിയായിരുന്ന വള്ളത്തോളുണ്ട്. ഇനിയും ഏറെ പേരുണ്ട്, ഇടശ്ശേരിയെപ്പോലെ അനേകം പേർ. ഇവരെല്ലാവരെയും ഒരു ദേശം എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് എന്നത് തന്നെ അത്ഭുതാവഹമാണ്. ഒരു ദേശത്തിന് ഇത്രയധികം പ്രചോദനങ്ങളിലൂടെ കലയെയും മനുഷ്യരെയും സാഹിത്യത്തെയും പഠനത്തെയും ചരിത്രത്തെയും സമരത്തെയും എല്ലാത്തിനെയും ഉദ്ഘോഷിക്കാൻ സാധിക്കുന്നത് തന്നെ ആ ദേശത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഉന്നതമായ മാനവിക മൂല്യങ്ങളുടെ സൂചകമാണ്. ഇവിടെ ഈ ചർച്ചയിൽ ഉന്നതരായ വളരെ പ്രധാനികളായ 3 അതിഥികൾ നമ്മോടൊപ്പം ഉണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട സി ഹരിദാസൻ സാറാണ്. വലിയ സാമൂഹിക പ്രവർത്തകനാണ്, വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതോടൊപ്പം പൊന്നാനിയെക്കുറിച്ച് വളരെ ഇഴയടുപ്പത്തോടെ നമ്മോട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. മറ്റൊന്ന് പ്രസിദ്ധ സാഹിത്യകാരൻ, പരിചയപ്പെടുത്തിയുള്ള ആവശ്യമില്ലാത്ത സുരേന്ദ്രൻ സാറാണ്. അതേപോലെ നമ്മോടൊപ്പം പൊന്നാനിയുടെ ഒരു പ്രാദേശിക ചരിത്രകാരൻ എന്ന് പറയാവുന്ന വിധത്തിൽ ടി.വി. അബ്ദുറഹിമാൻ സാറുണ്ട്. ഈ പൊന്നാനിയുടെ ഈ വലിയ പാരമ്പര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മനുഷ്യർ അതിപ്രധാനമായി അതിൻ്റെ ഇഴയടുപ്പത്തോടെയുള്ള അനേകം ബന്ധങ്ങളുടെ കഥകളുണ്ട്. പുറത്ത് അത്രയധികം അറിയാത്ത ഒരു പൊന്നാനിയുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ബന്ധങ്ങളുടെ പൊന്നാനിയാണ്. ആ ബന്ധങ്ങളിലേക്ക് വളരെ നന്നായി നമ്മെ കൊണ്ടുപോകാൻ ഹരിദാസൻ സാറിന് കഴിയുന്നു. അത്തരം ചില ഓർമ്മകൾ നമ്മോട് സാർ പങ്കുവയ്ക്കും. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എവിടെയും ഞാൻ പറയുക എൻ്റെ പൊന്നാനി ചെറിയ മക്ക എന്നാണ്. ഇപ്പോൾ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ ചെന്ന് ഇത് കഴിഞ്ഞാൽ പലരും എന്നോട് അടുത്തു വന്നിരിക്കും. ഹരിദാസേട്ട, ഇപ്പോഴാണ് പലതും മനസ്സിലാവുന്നത്. കാരണം ചരിത്രത്തെക്കുറിച്ചോ ചരിത്ര രേഖകളെക്കുറിച്ചോ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ കടന്നു പോകുന്നത്. മറ്റൊരു ലോകത്തിലാണ്. അപ്പോൾ പൊന്നാനിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പൊന്നാനി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഹളഭൂമിയാണ്. 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഗാന്ധിജി ഏറ്റെടുത്തു. ഗാന്ധിജി 20-21 കാലഘട്ടത്തിൽ പറഞ്ഞു, നീതി കൊടുക്കാൻ പാടില്ല. അതിൻ്റെ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇന്ന് വെളിയങ്കോട് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മഹാനുണ്ട്, ഉമ്മർ ഖാദി. എൻ്റെ അറിവ് പ്രകാരം ഇവിടെ നിന്നും 4 കിലോമീറ്റർ പോയ ചങ്ങരംകുളം, ആ ചങ്ങരംകുളത്തെ ഓക്കൂരേക്ക് പോകുന്ന റോഡ്, അന്ന് റോഡൊന്നുമില്ല, വഴിയാണ്. ആ വഴിയിൽ കൂടി തൻ്റെ 12 ശിഷ്യന്മാരുമായി അദ്ദേഹം നടന്നു വരിക. മെതിയടിയാണ് ഇട്ടായിരുന്നത്. മെതിയടിയിട്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു വടിയുണ്ടാവും. അദ്ദേഹം കാഞ്ഞൂർ പാടത്ത് വെച്ച് തിരിഞ്ഞു നിന്നു. പറഞ്ഞു, മമ്മുവോ, ഖാദരെ, ഹംസേ, നമുക്ക് നാളെ ഒരു തീരുമാനമെടുക്കണം. നീതി കൊടുക്കാൻ പാടില്ല. അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സമയം പിടിക്കും. എത്ര പേർക്കിതറിയാം? എത്ര പേർക്കറിയാം? പേരോടുകൂടി ചോദിക്കുക. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അന്ന് നമ്മൾ പൊന്നാനി താലൂക്ക് ചാവക്കാട് പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയി ഒക്കെ ഒരു കഥ സമയം പിടിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും
നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒട്ടേറെ മഹാന്മാർക്ക് ജന്മം കൊടുത്ത പ്രദേശമാണ് പൊന്നാനി. 1921 കാലഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ആൾക്കാർ വർഗീയ ഇലകളാണ് 21. അത് വർഗീയ ഇലകളെയല്ല. റൗലത്ത് നിയമം എന്നൊരു നിയമം കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. ആ റൗലത്ത് നിയമത്തെ എതിർക്കാൻ ഗാന്ധിജി പറഞ്ഞു അത് എതിർക്കണം, അത് മുസ്ലിംസിനെ ഏത് സമയത്തും ചോദ്യം ചെയ്യാതെ സമൻസില്ലാതെ എപ്പോഴും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം, അല്ലെങ്കിൽ നാട് കടത്താം. ആ നിയമത്തിനെതിരായി കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ്സുകാരും രംഗത്ത് വരണം. അതിൻ്റെ ഫലമായി പുതിയൊരു പ്രസ്ഥാനം മലബാറിൽ തുടങ്ങി, ഖിലാഫത്ത്. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ നേതാക്കന്മാരാണ്. ഇന്നും ഞാൻ സ്നേഹിക്കുന്ന, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുഹമ്മദ് അബ്ദുറഹ്മാൻ സെക്കുലർ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പൈസ കെട്ടി, സ്ഥലം കിട്ടി, എല്ലായി. കാരണം ഈ തലമുറയെ പഠിപ്പിക്കണവരെ കുറിച്ച് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനും കോഴിപ്പുറത്ത് മാധവനും ദേവി കുട്ടിമാളവയും അതുപോലെ തന്നെ കേളപ്പനും അതുപോലത്തെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനിക മൊയ്തുമാരി സാഹിബ് ഉൾപ്പെടെ ഉമ്മർ കോയ സാഹിബ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തെ വർഗീയമാക്കി. അങ്ങനെ തിരൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് വന്നു അന്നത്തെ വർഗീയവാദികൾ. കേളപ്പഴി ആ ഭാരതപ്പുഴയുടെ ചമ്രോട്ടത്ത് നിന്നു. എന്നെ വെട്ടി മുറിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നു. പൊന്നാനിക്കൊന്നും വന്നില്ല. പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്. ആ ചെറിയ മക്കയൊരു ചരിത്രമുണ്ട്. ഈ തലമുറയെ പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതിനൊന്നും ആരും ശ്രദ്ധ കൊടുക്കുന്നില്ല. മറ്റൊരു ലോകത്തു കൂടെ കടന്നു പോവുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ വർഗീയതയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, അറിഞ്ഞുകൂടാ. 82 വയസ്സായ ഞാൻ വളർന്നു വീഴുന്നത് മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെ കയ്യിലേക്കാണ്. വലിയ ജമ്മി. ഇന്നത്തെ കാലടി പഞ്ചായത്തിലെ പോത്തനൂരിൽ ഒട്ടേറെ കൃഷിഭൂമി, ഒട്ടേറെ തെങ്ങുംതോട്ടം, 4 കെട്ട്. പോത്തനൂര് മുതൽ നെരിപ്പറമ്പ് വരെ, പോത്തനൂര് മുതൽ മാങ്ങാട്ടൂർ വരെ, പോത്തനൂർ മുതൽ പെരുമ്പറമ്പ് വരെ, പോത്തനൂർ മുതൽ നെയ്തല്ലൂർ വരെ, എല്ലാ സ്ഥലത്തും പോത്തനൂർ മുതൽ പൊൽപ്പാക്കര വരെ ഭൂമികൾ. അത് കണ്ട് വളരെയാണ് ഞാൻ. എന്നോട് പലരും ചോദിക്കണു, എന്താ ഹരിദാസേട്ട അങ്ങക്ക് ഈ മാപ്പിളാരോട് ഇത്ര ബന്ധം? പലരും ചോദിച്ചു. 2 മണിക്കൂറാണ് ഞാൻ മറുപടി കൊടുത്ത് 2 പേരും മുമ്പ്. ആ ലക്ഷക്കണക്കിന് പേര് കേട്ടു എന്ന് പറയുന്നത്. ദുബായിലൊക്കെ അത് ഭയങ്കര എന്താ ബന്ധം. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുന്നൂരക്കുളത്തു നിന്നും അച്ഛൻ മരിച്ചപ്പോൾ എന്നെ വയറ്റിലിട്ടിട്ടാണ് അമ്മ കൊണ്ടുവന്നത്. നാലാപ്പാട്ട് കുടുംബമാണ് അച്ഛൻ്റെ വീട്. അവരുമായിട്ടാണ് ബന്ധം. അവിടുന്ന് കൊണ്ടുവരിക പോത്തനൂർക്ക്. പോത്തനൂർ വളർന്ന് ഞാൻ വരുമ്പോൾ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. എൻ്റെ കാര്യസ്ഥന്മാരുടെ പേരാരാ? കുഞ്ഞുവരക്കാർ, മൊയ്തുണ്ണി, വീരാവുണ്ണി, മൊയ്തു. പിന്നെന്തൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നത്? ആ സിമെൻറ്റ് മുറ്റത്ത് ഒരു പെട്രോളാക്സ് വയ്ക്കും. അത് പൈസക്കാരുടെ വീട്ടിലെ പെട്രോളാക്സൊക്കെ ഉള്ളൂ. അതടിക്കും വീരാവുണ്ണി, കാറ്റ്. എന്നിട്ട് അതൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും. നമ്മുടെ ഇവിടുത്തെ തങ്ങന്മാരെ, ഇവിടുത്തെ പൊൽപ്പാക്കരയ്ക്കടുത്തുള്ള അവിടുത്തെ തങ്ങന്മാരെ വരുത്തും അമ്മ. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെ അങ്ങോട്ട് കാശ് കൊടുത്ത് കോഴിക്കളി പഠിപ്പിക്കും. അത് കണ്ടു വളർന്നു ഞാൻ. ദമ്പും മുട്ടും പഠിപ്പിക്കും. അത് കണ്ടു വളർന്നു ഞാൻ. അവരുടെ കൂടെ എല്ലാ മാസവും എല്ലാ പള്ളികളിലേക്കും എന്തായാലും പറയാ കുത്തുവെയ്ത്ത അതിനാളുണ്ട്. മൊയ്തു എന്ന് പറഞ്ഞ ആളുടെ പണി അതന്നെയാണ്. മൊയ്തു അരിയും നെല്ലും കാശും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ പോടാണ്. മൊയ്തു ഏതൊക്കെ സ്ഥലത്ത് കൊടുത്തു. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. പകറ്റുവല്ലുണ്ടോ? എല്ലാം കണ്ടു ഞാൻ. എൻ്റെ അമ്മ മരിക്കുന്നവരെൻ്റെ വീട്ടിൽ വെട്ടും കുത്തുള്ള റാത്തി ഉണ്ടായിരുന്നു. അമ്മ മരിക്കുന്നതുവരെ. ഇപ്പോഴോ ഇല്ല. ഇപ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല. എന്നോട് ഞാൻ സേതു തങ്ങളോട് അന്വേഷിച്ചു കുറച്ച് മുമ്പേ. തങ്ങളെ നമുക്കൊന്ന് നടത്തായിരുന്നു, കിട്ടാനില്ലായിരുന്നു ചേട്ടാ. അപ്പോഴോ അത് ബന്ധങ്ങൾ, ആ സ്നേഹങ്ങൾ. എത്ര കുട്ടികളെ പഠിപ്പിച്ചു.
അന്ന് 43 കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ആദ്യമായൊരു മഹലുണ്ടാക്കി. അവിടെ ആദ്യമായി അമ്മ പള്ളി ഉണ്ടാക്കി. അതാണ് പോത്തനൂർ പള്ളി. പാണക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി 65 ലക്ഷം രൂപയ്ക്ക് പുതുക്കിപ്പണി ചെയ്തു. എന്നെ വിളിച്ചു, ഹരിയെ നീ വരണം, അവിടെ അമ്മ കൊടുത്ത സാധനങ്ങൾ മുഴുവൻ അടക്കി വെച്ചിട്ടുണ്ട്, പോയി കണ്ടോ. അതല്ലേ സ്നേഹം. ഇന്ന് അങ്ങനത്തെ സ്നേഹമുണ്ടോ? ബന്ധമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? വെറും വർഗീയത. ആ വർഗീയത തൊട്ടുകൂടാ ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് ജന്മം നൽകിയ പൊന്നാനി. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആൾക്കാരോട്. എവിടെയും അമ്മ ഈ വീട്ടിലെ മുസ്ലിം കുട്ടികൾക്ക് മുഴുവൻ പഠിക്കാൻ എൻ്റെ കയ്യാലയൊരു ആശാരിയിരുത്തി പണ്ടത്തെ കാലത്ത് ഓത്തുവലക, ആ ഓത്തുവല ഉണ്ടാക്കും. എന്നിട്ടും വീരാവുണ്ണിയോടോ അല്ലെങ്കിൽ മൊയ്തുവിനോടോ കൊടുത്തയക്കും. പറയും എല്ലാ വീട്ടിലും എത്തിക്കും. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. മനസ്സിലായോ? വൈകുന്നേരം നോമ്പിൻ്റെ അന്ന് വൈകുന്നേരം ആണ് നോമ്പ് തുറക്കുക. ഏതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒന്നുകിൽ മൊയ്തുവിൻ്റെ വീട്ടിലേക്കോ മൊയ്തുവിൻ്റെ വീട്ടിലേക്കോ സേതാലുവിൻ്റെ വീട്ടിലേക്കോ എവിടേക്കെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം ഇന്നത്തെ പോലെ കോഴികൾ കിട്ടുന്ന കാലമല്ലാന്ന് വീടുകളിലാണ് കോഴികൾ. ആ കോഴിയെ മുറിച്ച് നല്ല ഇറച്ചിണ്ടാവും, നല്ല പത്തിരിയും. മോനെ കഴിച്ചോ. കാരണം ആൾക്കാർക്കുള്ള സ്നേഹവും ബന്ധവും ഇന്നതുണ്ടോ? അപ്പോൾ എവിടെയോ പാളിച്ച പറ്റിപ്പോയി. അതുകൊണ്ട് ഈ സൗഹാർദ്ദവും സ്നേഹവും എക്കാലവും നിലനിൽക്കണം. പൊന്നാനി പ്രത്യേകിച്ച് നിലനിൽക്കണം. പൊന്നാനി വലിയ പള്ളി ഉണ്ടാക്കിയതും തൃക്കാവമ്പലം ഉണ്ടാക്കുകയാണ് സമയം പിടിക്കുന്നതോ സംസാരിക്കുക. അപ്പോൾ എനിക്ക് കിടക്കുന്നില്ല. ഞാൻ മിഞ്ഞാന്നൊരു യോഗത്തിൽ ഇവിടെ മത്സരിക്കുന്ന ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി, പ്രഗത്ഭനായ പണ്ഡിതൻ, പ്രാസംഗികൻ, അദ്ദേഹം എന്താ പ്രസംഗിച്ചാരോ? നിലപാടുകളെക്കുറിച്ച്, നിലപാട് തറയെക്കുറിച്ച്. എനിക്ക് കിട്ടിയൊരറിവാ. ആ നിലപാട് തറ, തിരുനാവായാലും നിലപാട് തറയിൽ സാമൂഹ്യരാജ് നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുക ആരാണത്ര? പൊന്നാനിയിലെ ഒരു ഇമ്പിച്ചിക്കോയ എന്ന് പറഞ്ഞ കണ്ടു. എന്താ അത്? എന്താ പൊന്നാനിയെ ഭയങ്കര ചരിത്രമാണ് പൊന്നാനിയുടെ. മാലിക് ദീനാറും 12 പേരും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. അദ്ദേഹത്തെ സ്വീകരിച്ചതാരാ? ചേരമാൻ പെരുമാൾ. എങ്ങനെ സ്വീകരിച്ചു? ഹിന്ദു ആചാരപ്രകാരം കൊണ്ടുവന്ന് വിളക്കും നിറവറയും ഒക്കെ വെച്ച് ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞവരാവോ? ആ കുളിച്ചു വരുന്നവരാരെയും നിങ്ങൾക്ക് സ്വീകരിക്കാം. അങ്ങനെ ശ്രീദേവി വിവാഹം കഴിച്ചു. ഈ ശ്രീദേവിയുടെയും മാലിക് ദീനാറിനെയും കബറിസ്ഥാൻ ഇപ്പോൾ എവിടെയാണ്? അതുപോലെ ഈ തലമുറയ്ക്ക് അറിയില്ല. കാസർഗോഡാ. ആ സമയത്ത് കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന കടലോര പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾ, നായന്മാരും നമ്പൂരാരും പട്ടന്മാരും മുസ്ലിം സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം ചെയ്തുതരാം. ചോഴി മഠത്തേക്ക് വിളിക്കാം. ചോഴി മഠം. സേതാലിക്കുട്ടി മാഷ്. എൻ്റെ ശബ്ദം അറിയാം. ഹരിയാണോ? അതെ. ഇസ്മേൽ എവിടെ പോയി? ഓൻ ഇല്ലത്തേക്ക് പോയിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോഴും ഓ ഇല്ലത്തേക്ക് പോയിരിക്കണം. എങ്ങനെയാണ് പൊന്നാനിയിൽ ഇപ്പോഴും ചെറിയ വീടുകളിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? പഴയ നായർ സിസ്റ്റം. നായന്മാർ കല്യാണം കഴിച്ചാൽ പെണ്ണിൻ്റെ വീട്ടിലാണ് കൂടുക. പൊന്നാനിയിൽ അതിന് ഒരു അറുണ്ട്. പൊന്നാനിയിൽ. അതുകൊണ്ട് പൊന്നാനിയുടെ ചരിത്രം ഭയങ്കര. അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയുണ്ടല്ലോ നമുക്ക് 10-20 ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് പൊന്നാനിയിൽ ജനിക്കുകയും വളരുകയും ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കാണുന്നവനാണ് ഞാൻ. ഇത് തൊട്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ല. സ്കൂളുകളിലും മറ്റോടത്തൊക്കെ പോകുമ്പോൾ ഇതറിയിക്കും. എൻ്റെ സ്നേഹിതൻ നമ്മൾ പൊന്നാനി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച പൊൻകുന്നൻ ദാമോദരൻ, അദ്ദേഹം പറഞ്ഞിട്ടാണ് തിരുമേനി മൂക്കുതല സ്കൂൾ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ MD രാജേന്ദ്രൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു ജോലി. നല്ല എഴുത്തുകാരനാണ്, നല്ല ഗാനങ്ങൾ എഴുതും. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, ഒരു യേശുദാസാണ് പാടിയത്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും
കേൾക്കുന്നതും ഒന്ന്, കാണുന്നതും ഒന്ന്, സർവമയനായ ദൈവം ഒന്ന്. ഇത് ഈ തലമുറയെ പഠിപ്പിക്കാൻ ഞാനിത് തൊട്ടിരിക്കുന്നത്. പൊന്നാനിയിൽ അങ്ങനെ ഭൂവുടമകളും പാവപ്പെട്ട മനുഷ്യരും അവർ മതമേത് എന്നതിനപ്പുറത്ത് മനുഷ്യർ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നൊന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച്, ഈ മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, അങ്ങനെ പലതരം പാട്ടുകളുണ്ട്. അതിൽ ഈ മാപ്പിളപ്പാട്ട് പാടിയ ആദ്യത്തെ നമ്പൂതിരി പൊന്നാനിക്കാരനാണ് എന്ന് ആലങ്കോട് പറയുന്നൊരിക്കൽ കേട്ടിട്ടുണ്ട്. അത് MP വട്ടതിരിപ്പാടാണെന്ന്. ഇത് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. അത് ജോലി കഴിഞ്ഞാൽ ഉടനെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന്. ഇതിനെ അന്വർത്ഥമാക്കി ഒരു മാപ്പിളപ്പാട്ടിൻ്റെ വരി അങ്ങാടിയിലൂടെ ചൊല്ലിക്കൊണ്ട് MP വട്ടതിരിപ്പാടെന്ന നമ്പൂതിരിപ്പാട് നടന്നു എന്ന് പറയുന്നുണ്ട്. അതിന് പിന്നാലെ ആബാലവൃദ്ധം ജനങ്ങളും ആ പാട്ട് ചൊല്ലിയെന്ന്. ഇങ്ങനെ വളരെ വലിയ ബന്ധങ്ങളെക്കുറിച്ചാണ് പൊന്നാനിക്ക് പറയാനുള്ളത്. നമുക്കത് കുറേ കൂടി നന്നായി നോമ്പിനെ കൂടി ചേർത്ത്, നോമ്പുകാലത്ത് എത്രത്തോളം നന്നായിരുന്നു അതുണ്ടായിരുന്നത് എന്ന് കൂടി നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ ഒന്ന് സുരേന്ദ്രേട്ടന് കുറേ കൂടി കഴിയുമെന്ന്. സുരേന്ദ്രേട്ടൻ പലപ്പോഴും എഴുത്തുകളിലും പറച്ചിലുകളിലൊക്കെ ഈ ഏഴടപ്പത്തെക്കുറിച്ച് കുറേയേറെ സംസാരിച്ചിട്ടുണ്ട്. വളരെ കൂടുതൽ മലയാളം സുരേന്ദ്രേട്ടൻ അതിൽ കേട്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സാഹിത്യവേദികളിലൊക്കെ സുരേന്ദ്രേട്ടൻ വരുന്നതുകൊണ്ടുകൂടി നമുക്കതുകൂടി സുരേന്ദ്രേട്ടനിൽ നിന്ന് കേൾക്കാൻ തോന്നും. പൊന്നാനിയെക്കുറിച്ച് പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹരിദാസേട്ടൻ പൊന്നാനിക്കാരനാണ്. എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാണ്. അച്ഛൻ അടുത്തയിടെയാണ് 92ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചത്. അപ്പോൾ അച്ഛനുമായിട്ട് വലിയ ആത്മബന്ധം ഹരിദാസേട്ടനുണ്ടായിരുന്നു. ഹരിദാസേട്ടൻ പറഞ്ഞു തന്ന പൊന്നാനിയുടെ അനുഭവങ്ങൾ തന്നെയാണ് കുട്ടിക്കാലം തൊട്ട് ഞാനും കേൾക്കുന്നത്. എന്നാൽ ഞാൻ പൊന്നാനിയിൽ ജനിച്ച ആളല്ല, പൊന്നാനി താലൂക്കിൽ ജനിച്ച ആളുമല്ല. എൻ്റെ ജന്മദേശം മഞ്ചേരിയിൽ ആനക്കയം പഞ്ചായത്തിൽ പൂക്കോട്ടൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ആനക്കയം പഞ്ചായത്തിലെ പാപ്പിനിപ്പാറയാണ് എൻ്റെ ജന്മദേശം. ഞാനിവിടെ മലബാർ കലാപത്തെക്കുറിച്ചൊരു, മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ എൻ്റെ ജന്മഗ്രാമമായ പാപ്പിനിപ്പാറയിൽ നിന്ന് അൻഡമാൻ വരെ ഉള്ള ഒരു യാത്രയുടെ പുസ്തകമായിരുന്നു അത്. ഹരിദാസേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയ വംശീയ വർഗീയ ലഹളയായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള കള്ളക്കഥകൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ നടത്തിയ ഒരു പ്രതിരോധമായിരുന്നു ഈ പുസ്തകം. അതിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ഗ്രാമം തന്നെയാണ്. 16 പേരെയാണ് എൻ്റെ ഗ്രാമത്തിൽ വെടിവെച്ച് കൊന്നത്. വലിയ പട്ടാള നരനായാട്ട് നടന്ന ഗ്രാമമാണെൻ്റെ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അഗാധമായ സൗഹൃദമല്ലാതെ പാപ്പിനിപ്പാറയിൽ ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, എൻ്റെ തറവാട്ടിൽ ഒരു കാര്യസ്ഥൻ്റെയൊക്കെ റോള്, കാര്യസ്ഥനായിട്ട് വയ്ക്കാൻ മാത്രമൊന്നുമുള്ള സാമ്പത്തിക ശേഷിയൊന്നും അന്ന് ഞങ്ങൾക്കില്ല, ഏതാണ്ടൊക്കെ തകർന്നുപോയി. പക്ഷേ പലപ്പോഴും ഒരു കാര്യസ്ഥൻ്റെ റോളിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയിരുന്നത് ഏലായി അലവി എന്ന് പറയുന്ന കരുത്തനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അടുത്തുള്ള പല തറവാട്ടുകളിലും ഇതേപോലെ കാര്യസ്ഥ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാമ്മൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. എൻ്റെ അമ്മേനെ ഓപ്പോളെ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അലവ്യാക്കാനെ എൻ്റെ അമ്മ 5ാമത്തെ ആങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉദ്ദേശവും ഞാൻ കണ്ടിട്ടില്ല. നോമ്പുകാലത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. എല്ലാ നോമ്പുകാലം വരുമ്പോഴും പാപ്പനിപ്പാറ തന്നെയാണ് ഞാൻ ഓർക്കുക. ഞാൻ നോമ്പെടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുട്ടിക്കാലത്ത് തറവാട്ടിലെ കുട്ടികൾ, ഞങ്ങൾ നോമ്പെടുക്കാത്ത ഞങ്ങൾ കുട്ടികൾ നോമ്പിൻ്റെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും. 1-ാം നോമ്പ്, 2-ാം നോമ്പ് നമ്മൾ എണ്ണം പിടിക്കുന്നത് 27-ാം രാവൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയാണ്. അന്ന് വൈകുന്നേരം എൻ്റെ തറവാട്ടിൻ്റെ പിന്നാമ്പുറത്തെ കുന്നിൻ്റെ താഴ്വരയിൽ കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്. ഏലായി അലവ്യാക്കാൻ്റെ ഉപ്പ മൊയ്തീൻ അന്തമാനിലേക്ക് 21-ലെ കലാപത്തിൽ പങ്കെടുത്ത് അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട് പിന്നീട് തിരിച്ചു വന്ന് അദ്ദേഹം ഒരു കൃഷിക്കാരനായിട്ട് ജീവിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും ദരിദ്രരായിരുന്നു ആ കാലഘട്ടത്തിലെ
ഞങ്ങൾ ചുറ്റുപാടുമുള്ള മുസ്ലിം കുടുംബക്കാരെന്ന് പറഞ്ഞാൽ മിക്കവാറും ദരിദ്രരാണ്. നന്നേ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പിന്നെ എരുമപ്പാൽ കറന്ന് മഞ്ചേരി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് തിരിച്ചു വന്ന് പിന്നീട് ഏതെങ്കിലും കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ വീടുകളിൽ നിന്നൊക്കെ സന്ധ്യയാവുമ്പോൾ നെയ്യപ്പം കൊണ്ടുവരും. അപൂർവമായിട്ടാണ് നെയ്യപ്പം ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഒരു പൂജ വരുമ്പോൾ അല്ലെങ്കിൽ നവരാത്രി വരുമ്പോഴാണ് ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞ പോലെ സമൃദ്ധിയിലൊന്നും അല്ല ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ 27-ാം രാവിൻ്റെ അന്ന് വൈകുന്നേരം അവർ ഈ അപ്പം ഉണ്ടാക്കിയിട്ട് അത് തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് അവിടുത്തെ താത്തമാർ ഒക്കെ നമ്മളെ ഉമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, താത്ത എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ വേനൽ, പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴുള്ള നോമ്പുകാലം ഞാനിപ്പോഴും ഓർക്കുന്നു. ചക്ക മൂത്ത് കഴിഞ്ഞാൽ ഈ ചക്ക നന്നാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചക്ക നന്നാക്കുക. എന്നിട്ട് അതിൻ്റെ കുറേ ഒരു വിഹിതം അവർ കൊണ്ടുപോകും. അതിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ തേക്കിലയിൽ ഇങ്ങനെ തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരും ഈ അപ്പം. അന്ന് തൊട്ട് ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ഇസ്ലാമിന് നെയ്യപ്പത്തിൻ്റെ രുചിയും ഗന്ധവുമാണ് എന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ, ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറകെ പോയിട്ട് തന്നെയാണ് ഒരു ബുദ്ധ ദർശനങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ വേണമെങ്കിൽ ഒരു ബുദ്ധ മത വിശ്വാസി എന്നൊക്കെ വേണമെങ്കിലൊക്കെ വിലയിരുത്താവുന്ന തരത്തിലാണ് എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. എന്നാൽ സൂഫി ധാരകളോട് എനിക്ക് അളവറ്റ അടുപ്പവും ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ പിൽക്കാലം പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ള ഒരു പ്രേരണയാകുന്നത് ആ നെയ്യപ്പത്തിൻ്റെ സുഗന്ധവും അതിൻ്റെ രുചിയും തന്നെയാണ്. എപ്പോഴും ഓർക്കുന്ന ഈ ഇന്നത്തെ പോലെയില്ല, ഈ മതപ്രഭാഷണ പരമ്പര എന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മഹിലാർ വന്നിട്ട് ഇങ്ങനെ മതപ്രഭാഷണം നടത്തും. അപ്പോൾ അത് ഈ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടാവും പലപ്പോഴും പതിരാക്കാണ് ഈ മതപ്രഭാഷണം നടക്കുക. ആ സമയത്ത് മാത്രമാണ് മുസ്ലിം സ്ത്രീകളൊന്ന് പുറത്തിറങ്ങുക. എന്നിട്ട് ചൂട്ടും കത്തിച്ച് ആ ഇടവഴിയിലൂടെ അവരിങ്ങനെ കടന്നു പോകുന്ന ഒച്ച ഇങ്ങനെ കേൾക്കാം, അവർ സംസാരിക്കുന്ന. എന്നിട്ട് ഇരുമ്പുഴിപ്പുറത്ത് പോയിട്ട് വേണം ഈ മത പ്രസംഗം കേൾക്കാൻ. നല്ല മനുഷ്യരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, സ്നേഹസൗഹൃദങ്ങളെ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേദനയുണ്ട് ഹരിദാസേട്ടാ ഇപ്പോൾ പറയുമ്പോൾ. എൻ്റെ ഗ്രാമത്തിലേക്കും കുറച്ചൊക്കെ വർഗീയത വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് സത്യത്തിൽ വലിയ ഒരു പിന്നെ പ്രതീക്ഷയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഈ വംശീയതയോ വർഗീയതയോ വില പോകുന്നില്ല എന്നത് ഈ ഹരിദാസേട്ടൻ പറഞ്ഞ പൊന്നാനി പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യം പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ തന്നെയും. കാരണം ഇപ്പോഴും ഞാൻ കാണുന്നത് 1921 മലബാർ സ്വാതന്ത്ര്യ സമരം നടന്നു, അതാണല്ലോ വർഗീയമാണ് എന്നൊക്കെ ഉള്ള സംഘപരിവാർ ആഖ്യാനം വരുമ്പോൾ ഈ മലബാർ സ്വാതന്ത്ര്യ സമരം നടന്ന അതിൻ്റെ ഭൂപ്രദേശമെന്ന് നമ്മൾ വിലയിരുത്തുന്ന ഗ്രാമങ്ങളിലാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ ആഴമേറിയ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലാണ്. അത് മലപ്പുറം ജില്ലയിൽ മുഴുവനുണ്ട്. പിന്നെ പൊന്നാനിയിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ പാരമ്പര്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം. കസ്തൂർബ ഗാന്ധി വന്ന് താമസിച്ച വീടുണ്ടല്ലോ പൊന്നാനി, കരാങ്കുന്നത്ത് തറവാടുണ്ട്. അവിടെ കസ്തൂർബ ഗാന്ധി ഉപയോഗിച്ച ചർക്ക അവിടെ ഇങ്ങനെ ഒരു സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനേക്കാൾ പിന്നെ മർത്യനെക്കുറിച്ചുള്ള ഒരു പൊന്നാനി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള വലിയ രണ്ട് കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച രണ്ട് വലിയ എഴുത്തുകാരാണ്. മർത്യൻ സുന്ദരനാണ് എന്ന് പറഞ്ഞ ഉറൂബ്, അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ. മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു മതം മാറിയ ഒരു മനുഷ്യനെ, ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നൊരു മനുഷ്യനെ ആ നോവലിൽ എത്ര തേജസ്വിയായ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നതെന്ന് മാത്രം ഓർത്താൽ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ഉറൂബ്, അദ്ദേഹം തൂലികാനാമമായി സ്വീകരിച്ച ഉറൂബ് എന്ന് പറഞ്ഞ വാക്ക് പോലും ഒരു അറബി വാക്കായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം.
അതൊരർത്ഥത്തിൽ ഉറൂബിനെ പ്രചോദിപ്പിക്കുന്നത് ഇതേ മർത്യനെക്കുറിച്ചുള്ള ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച മറ്റൊരു വലിയ പൊന്നാനി കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഈ ഒരു ചർച്ച, ഈ ഒരു സൗഹൃദം ഇപ്പോഴും ഒരു തരത്തിലും മാറ്റമില്ലാതെ തുടർന്നു. മാത്രമല്ല, ഏറ്റവും രസകരമായിട്ട് പൊന്നാനിയിലെ നോമ്പുകാലുണ്ട്. പൊന്നാനിയിലെ നോമ്പുകാല പലഹാരങ്ങൾ, പൊന്നാനിയുടെ സവിശേഷമായിട്ടുള്ള നോമ്പുകാലത്തെ നമസ്കാരങ്ങൾ, ആ പള്ളിക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്ന സ്നേഹ സൗഹൃദങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അബ്ദുറഹ്മാൻ കുട്ടി മാഷാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും പ്രാദേശികമായിട്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അബ്ദുറഹ്മാൻ കുട്ടി മാഷ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുമായിട്ട് പങ്കുവയ്ക്കും. മാഷിലേക്ക് പോകാൻ തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ മലപ്പുറത്ത് ഈ മലബാർ സമരത്തെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ആഖ്യാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ഒരു പ്രശ്നസ്ഥലിയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമമുണ്ട്. ആ രാഷ്ട്രീയ ശ്രമത്തിൻ്റെ കാലത്ത് ഈ ആലോചനയ്ക്ക് കുറേ കൂടി പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കുറേ കൂടി പ്രാദേശികമായി പൊന്നാനിയെക്കുറിച്ച് മാത്രം പറയുമ്പോഴും അത് മലപ്പുറം തന്നെയാണ് പുറത്ത് ആൾക്കാർ കാണുക. നേരത്തെ സുരേന്ദ്രേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതാണല്ലോ എന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പോൾ മലപ്പുറത്ത് ശരിക്കും ഈ മലബാർ സമരത്തിനുണ്ടായ അന്ന് ചില അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. ആ അപജയങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ആ അപജയങ്ങൾ കാരണമായ ഒരു മുറിവും ആ പ്രദേശങ്ങളിലില്ല എന്ന സാക്ഷ്യമാണ് അവിടുത്തുകാർ നമ്മളോട് ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഹരിദാസേട്ടനായ സുരേന്ദ്രേട്ടനാണ് നമ്മളോട് പറഞ്ഞത്. 1930-കൾക്കകം തന്നെ അതൊക്കെ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോയിട്ടുമുണ്ട്. കാരണം പട്ടിണി എന്ന വലിയ പ്രശ്നത്തിന് മുമ്പിലാണ് മനുഷ്യരുണ്ടായിരുന്നത്. അതുപോലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വളരെ സാമൂഹികമാണ്, മനുഷ്യപരമാണ്. അതിനെ ഒന്നിച്ചാണ് നമ്മൾ മറികടന്നത്. വാര്യരുടെ കോട്ടക്കലെ ആര്യവൈദ്യശാലയിലെ ആ പത്തായങ്ങളാണ് മനുഷ്യർക്ക് മുമ്പിൽ തുറന്നു വെച്ചത്. ഇവിടെ മതം നോക്കിയിട്ട് റേഷനില്ല. അപ്പോൾ ആ കാലത്തെ നല്ല ഓർമ്മകൾ നമുക്ക് അബ്ദുറഹ്മാൻ മാഷ് പങ്കുവയ്ക്കും, നോമ്പുമായി ബന്ധപ്പെട്ടുകൂടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നോമ്പിൻ്റെ ഓർമ്മകൾ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ. രാസേട്ടൻ 80 വയസ്സ് കഴിഞ്ഞെങ്കിൽ എനിക്ക് 75 വയസ്സായി. ഞാൻ അസല് പൊന്നാക്കാരനാണ്. അതായത് ഇസ്ലാമിക പൈതൃകം നിലനിൽക്കുന്ന ഒരു പ്രദേശം, ചുറ്റുഭാഗത്തും പള്ളികൾ. അതേപ്രകാരം തന്നെ പള്ളികളിൽ നിന്ന് ഉയർന്നു വരുന്ന കൂട്ടബാങ്ക് വിളികൾ, അതിന് ശേഷമുള്ള നിസ്കാരങ്ങൾ, തഹ്ലീൽ, തദ്കീർ, സ്വലവാത്ത് തുടങ്ങിയ ഇതിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നതും. വളരെ ചെറുപ്പത്തിൽ തന്നെ പൊന്നാനി വലിയ പള്ളിയിൽ ഞാൻ പഠിച്ചിരുന്നു, ഏകദേശം ഒരു 60 വർഷം മുമ്പ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു സംസ്കാരമായിരുന്നു, ഒരു ഇസ്ലാമിക സംസ്കാരമായിരുന്നു ചെറുപ്പത്തിൽ എനിക്ക്. പക്ഷേ ഒരു 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അധ്യാപകനായി. ആ അധ്യാപകനാകുന്നത് ആദ്യത്തിൽ പള്ളിപ്പുറത്തിൻ്റെ അടുത്തുള്ള മുതുതല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. തികച്ചും ശാലീന സുന്ദരമായൊരു ഗ്രാമമായിരുന്നു അത്. ചുറ്റുഭാഗത്ത് വയലോലകൾ, കുളങ്ങൾ, തൊട്ടടുത്ത് തന്നെ ഭാരതപ്പുഴ, അങ്ങനെയൊക്കെയുള്ള. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അദ്ദേഹമായിരുന്നു എൻ്റെ കല്യാണത്തിന് എനിക്ക് പകരമായി എൻ്റെ വീട്ടിൽ പുതിയാപ്പിളായിട്ടിരുന്നത്, പൊന്നാനിയിലെ ആചാരപ്രകാരം. കാരണം പുതിയാപ്പിളന്മാർക്ക് കല്ലുകൊണ്ടും അരി കൊണ്ടും മലർ കൊണ്ടിട്ടൊക്കെ ഏറ് കൊടുക്കും അറയിലാക്കുന്ന അവസരത്തിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെയാണ് ചട്ടം കെട്ടിയത്. അത്രത്തോളം അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. VG പുരുഷോത്തമ കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം ഒരു വർഷം മുമ്പ് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം നമ്മുടെ മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ മരുമകനാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. ഒരു മതേതരത്വ സ്വഭാവം, മതമൈത്രി എൻ്റെ മനസ്സിൽ കൊണ്ട് രൂഢമൂലമാകാൻ ഒരു കാരണം അതാണ്. വടക്കനി മാരാത്ത് ഗംഗാധരൻ മകൻ പുരുഷോത്തമ കുറുപ്പ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് അങ്കമാലിയിലാണ്. G ശങ്കരക്കുറുപ്പിൻ്റെയും ജന്മദേശം അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ ഓണത്തിനും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും, എല്ലാ ഓണത്തിനും. ഇന്നൊരു പക്ഷേ പറയാൻ പറ്റാത്ത രീതി, പറയാൻ പറ്റില്ല എന്ന് വരും, പറഞ്ഞാൽ തന്നെ പ്രയാസമാവുമെന്ന് തോന്നും. അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാറുണ്ട് സ്ഥിരമായിട്ട്.
അവരമ്മയ്ക്ക് എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ മതമൈത്രി മനസ്സിൽ ഉൾപ്പെടുന്നത്, രൂഢമൂലമാകുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഞാനൊരു പരമ്പര തന്നെ റിസാലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മതമൈത്രി ചരിത്രവും ഐതിഹ്യവും. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വലുതായത്. പിന്നെ പൊന്നാനിയുടെ സംസ്കാരം മഹത്തായ സംസ്കാരമാണ്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ കേരളത്തിലെ സാംസ്കാരിക ആസ്ഥാനം പൊന്നാനിയാണെന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. കാരണം 1966 ഐക്യ കേരള 1956 നവംബർ 1-ാം തീയതി ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമാണ് പിന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയതിന് ശേഷമാണ് തൃശ്ശൂർ ഇങ്ങനെ വളർന്ന് ഒരു സാംസ്കാരിക കേന്ദ്രമായത്. കാരണം പൊന്നാനിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 16-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വലിയ പള്ളി സ്ഥാപിച്ച അതേ പ്രകാരം തന്നെ കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ, ഇതേ പ്രകാരം തന്നെ ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പിന്നെ പെരിന്തൽമണ്ണക്കടുത്ത പൂന്താനത്ത് ജനിച്ചതാണെങ്കിലും തട്ടകം ഗുരുവായൂരും മൂക്കുതലവും ക്ഷേത്രമാക്കിയിട്ടുള്ള പൂന്താനം നമ്പൂതിരി, ഇവരൊക്കെ ജനിച്ച് വളർന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം പൊന്നാനി അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യം എന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മതമൈത്രിക്ക് യാതൊരു വിഘ്നവും വരാത്ത പ്രദേശമാണ് പൊന്നാനി. 1921 പോലും പൊന്നാനിയിൽ ഇവിടെ ഹരിദാസേട്ടൻ സൂചിപ്പിച്ചു, നമ്മുടെ പിന്നെ കേരള ഗാന്ധി കെ കേളപ്പനും പൊന്നാനി ഗാന്ധി അഡ്വക്കേറ്റ് KV രാമമേനോനും പൊന്നാനി മഹ്ദൂം തങ്ങളും സംയുക്തമായി ലഹളക്കാരോട് പറഞ്ഞു, നമ്മുടെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പൊന്നാക്കാരാണ്, വളരെ മതമൈത്രിയോടുകൂടി ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തതാണ്, ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അവർക്ക് ഒരു ഫണ്ട് കൊടുക്കുകയും ചെയ്തു. ആ ഫണ്ട് കൊടുക്കുമ്പം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം ശരിയാണ്, കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ സംഭവം ഉണ്ടായത്, പക്ഷേ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ മാർഗം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത്രയും മതമൈത്രി സംരക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. പിന്നെ റംസാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം വളരെയധികം ഉൾക്കൊണ്ട ആളാണ് ഞാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ റംസാനായി കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം, നല്ലൊരു കഞ്ഞി, നല്ലൊരു പത്രി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു കൂട്ടാനൊക്കെ കിട്ടിയിരുന്നത് റംസാൻ മാസത്തിലായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചു സുരേന്ദ്രേട്ടൻ, പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റംസാൻ ആകാറായി എന്നുണ്ടാൽ, കാരണം മാപ്പിള സ്കൂളുകളൊക്കെ റംസാൻ ഒഴിവാണ്, ദിവസങ്ങൾ ഇങ്ങനെ എണ്ണുങ്ങനെ കൈവിരലുകൊണ്ടിട്ട് ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആ റംസാൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസത്തിൻ്റെ കാലത്ത് നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നത് ഈ നോമ്പ് കാലത്തായിരുന്നു. ബഹുമാന്യനായ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ ഉസ്താദിൻ്റെ ഒരു അവരുടെ ഒരു ജീവചരിത്രം ഇപ്പോൾ മനോരമ പ്രസിദ്ധീകരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 3-ാമത്തെ ലക്കമാണ്. ആ ലക്കത്തിൽ അത് പറയുന്നുണ്ട്, പിന്നെ നല്ലൊരു തേങ്ങ അരച്ച കൂട്ടാൻ കൂട്ടുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നൊക്കെ ഒരു പ്രയാസത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഏതായാലും പൊന്നാനി വലിയ പള്ളി, ആ വലിയ പള്ളിയിലാണ് ഞാൻ സ്ഥിരമായി തറാവീഹിന് കൂടാറ് 30 ദിവസവും ഏതാനും വർഷങ്ങളായിട്ട്. എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ സുഹൃത്ത്, ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഹരിദാസേട്ടൻ്റെയും കൂടി സുഹൃത്തായ വി സൈദോമൾ തങ്ങൾ ഇരിക്കാറ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറ്. ആ 30 ദിവസത്തെ തറാവീഹും അതിൻ്റെ ഒരു പൊലിവും അതിൻ്റെ ഒരു ഐശ്വര്യവും പ്രത്യേകം തന്നെയാണ്. പിന്നെ ഇന്നലെ സാന്ദർഭികമായി ഒന്ന് പറയട്ടെ, ഇന്നലെ ഒരു ഹിന്ദു സഹോദരിയുടെ ഒരു വാട്സപ്പ് വന്നിരുന്നു നോമ്പിൻ്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചിട്ട്, അത് ഉൾക്കൊണ്ടിട്ടുള്ള ആവേശത്തെക്കുറിച്ച് ഒക്കെ വന്നിരുന്നു. ഏതായാലും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതിലുപരിയായി പിന്നെ അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ
ഷറഫിൻ്റെയും ഫളലിൻ്റെയും ദിവസങ്ങളാണ് പരിശുദ്ധ റംസാൻ ദിനങ്ങൾ. പൊന്നാക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു സന്തോഷം ഉൾക്കൊള്ളുന്നവരാണ് പൊന്നാനിക്കാർ എന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏകദേശം കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതിൻ്റെ അവസാന ഭാഗത്തിൽ ഹരിദാസേട്ടനും സുരേന്ദ്രേട്ടനും ഒക്കെ ചില കാര്യങ്ങൾ കൂടി ഇങ്ങനെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് മുമ്പുകാലത്തെ പ്രത്യേകിച്ച് പാട്ട് സൂചിപ്പിച്ച 1956 ഐക്യകേരളം. ആ ഐക്യകേരളം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ പ്രദേശം പാലക്കാട് ജില്ലയായിരുന്നു. അന്ന് പാലക്കാട് ജില്ലയിൽ ജമ്മിത്തം നിലനിൽക്കുന്ന കാലഘട്ടം. ജമ്മിത്തം അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യമായി മലബാറിൽ ശ്രീ എടശ്ശേരി ഗോവിന്ദനായരുടെ പൂരികയിൽ നിന്നും കൂട്ടീശി എന്ന നാടകം ഉണ്ടായത്. അന്നത്തെ ഏറ്റവും വലിയ നാടകം. ചന്ദ്രേട്ട, ആ അനുഭവം AP അബൂബക്കർ മുസ്ലിയാർ ആത്മകഥയെ പറയുന്നുണ്ട്. ഇന്ന് 3-ാമത്തെ ലക്കാണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. 2 ചില്ലാൻ ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അനുഭവം അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് റേഷനരിയൊക്കെ ഉപയോഗിച്ചാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാ, അന്നത്തെ ജമ്മിത്വത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. ശരിയാ. അങ്ങനെ ആ നാടകത്തിലെ നടിയായിരുന്നു ഞാൻ. ആരാ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരറിയോ? ആയിഷ. പ്രമാദമായിരുന്നു. പ്രിയപ്പെട്ട സുരേന്ദ്രൻ്റെ അച്ഛനായിരുന്നു അതിലത്തെ മറ്റൊരു കഥാപാത്രം. പഴയ ഓർമ്മകൾ. ആ നാടകം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കളിച്ചു. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് 5000 രൂപയാണ് അവാർഡ് കൊടുത്തത്. ശരിക്ക് അന്നത്തെ 5000 എന്ന് പറഞ്ഞാൽ എത്രയായി? ആ നാടകത്തിൽ ആദ്യത്തെ സർവോദയമേളയ്ക്ക് കേരളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമെടുക്കുന്ന യോഗത്തിൽ KP കേശവമേനോൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ചു. T ഗോപാലക്കുറുപ്പ്. ഹരിദാസേട്ടനെ മേക്കപ്പെട്ടത് എൻ്റെ അച്ഛനായിരുന്നു, ആയിഷ അല്ലേ? ആഴ്ചയായിട്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന മാഷെ ജമ്മിത്തം നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ. കാരണം അവർ പണിയെടുക്കും, പക്ഷെ നെല്ലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ജമ്മിക്കാണ്. നാളികേരം പോലും എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് ഉസ്താദ് പറയേണ്ടതിൽ. നാളികേരം പോലും എടുക്കാൻ, സ്വന്തം പറമ്പാണെങ്കിലും നാളികേരം പോലും എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇല്ല. ആ രീതിയിലായിരുന്നു എന്നാണ് പറയേണ്ടത്. പിന്നെ ഈ പറഞ്ഞില്ലേ, ഞാൻ ജമ്മിയായ ഹരിദാസൻ ഇതൊക്കെ കണ്ടു വളർന്നു. അങ്ങനെ മഹാരാജാസ് കോളേജിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നതിൻ്റെ അച്ഛൻ അമ്മോട് പറയാണ്, നമുക്കിതൊന്നും ആവശ്യമില്ല. 4 ഏക്കർ 40 സെൻറ്റ് സ്ഥലം ഞാൻ 10 സെൻറ്റ് പ്രകാരം ആദ്യം ഈ പാവങ്ങൾക്കാണ് കൊടുത്തു. 990 പറ പാട്ടത്തിന് സ്ഥലം ഫ്രീ ആയി കൊടുത്തു. അന്നത്തെ കളക്ടർ ആരാന്നറിയാവോ? ഇപ്പോൾ അദ്ദേഹം ഉണ്ടോയെന്നറിയില്ല. മലപ്പുറം കളക്ടർ. അദ്ദേഹത്തോട് പറഞ്ഞൊരു ഓഫീസറെ അയച്ചായിരുന്നു. വീട്ടിൽ വെച്ച് അമ്മയെ കൊണ്ട് ഇതൊക്കെ ഒപ്പിടിച്ചിട്ട് ഞാൻ കണ്ടു വളർന്നവനമ്മാച്ച്. അന്ന് നാളികേരിടാൻ പോയ ഈ കുട്ടികളൊരു നാളികേരെടുത്ത് അടിക്കും. പിന്നെ ഞാൻ ചെല്ലാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അടിക്കൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെ കണ്ടു വളർന്നവനാണ്. അതുമല്ല, ഈ പറയുന്ന നാടകം ഉണ്ടല്ലോ, നാടകത്തിൻ്റെ ഒരു ഭാഗം ഹരിദാസേട്ടൻ അഭിനയിച്ചിരുന്നു. ഹരിദാസേട്ടൻ ചെയർമാനും ഞാൻ ഡെപ്യൂട്ടി ലീഡറുമായിട്ട് പൊന്നാനി നഗരസഭ കൗൺസിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുമായിരുന്നു റൂമിൽ താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരും തൃശ്ശൂരല്ല, ആലുവയിലായിരുന്ന സംഭവം. ഞങ്ങൾ 2 പേരും. എന്നിട്ട് ഞാൻ സുബഹി നിസ്കരിച്ചു. ഹരിദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ പിന്നെ എല്ലാ ദൈവങ്ങളെയും വെച്ച് പൂജിച്ചു. ആ അനുഭവങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മായാത്ത അനുഭവങ്ങളാണ്. ഞങ്ങൾ 2 പേരും സീനിയർ എന്നുള്ള നിലക്ക് ഹരിദാസേട്ടനും ഞാനുമാണ് റൂമിൽ താമസിക്കുന്നത്. അന്നേ ദിവസമാണ് നമ്മുടെ കൊളാടി ഗോവിന്ദൻകുട്ടി സാറ് മരിച്ചത് അല്ലേ? നമ്മൾ മടങ്ങി വന്നത് അന്നേ ദിവസമാണ്, തിരിച്ചു പോകുന്നു. അന്നേ ദിവസമാണ്. ആ സുബഹി നിസ്കാരം, അദ്ദേഹത്തിൻ്റെ പിന്നെ ആ പൂജകളും ഒരേ റൂമിൽ വെച്ച് ഇന്നൊക്കെ ചിന്തിക്കാൻ പറ്റൂല. അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ള ആളുകളാണ് ഞങ്ങൾ. ഞാൻ പലതും കണ്ടിരിക്കുന്നു. അതൊക്കെ എതിർത്താൽ പറയാൻ പാടുമോ? അന്ന് ഒരു കുഴി കുഴിക്കും മുറ്റത്ത്, മുറ്റത്ത് കുറേ ദൂരത്ത്. എന്നിട്ട് അതിൽ വില വയ്ക്കും.
ആ ഇലയിൽ ആ കഞ്ഞി വാരുകയാണ്. ഞാൻ വലുതായോടുകൂടി ഒന്നും സമ്മതിച്ചില്ല. ഞാൻ നമുക്ക് എന്തൊക്കെയാണ് അതുപോലെ വെള്ളം മുക്കാൻ പാടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അമ്മോട് പറഞ്ഞ് നടക്കില്ല അമ്മ ഇതൊന്നും. അതേമാതിരി കല്ലേമാർ ചുവന്ന പൊട്ടിക്കാൻ എല്ലാവരുടെയും 32 പണിക്കാർ ആദ്യം സ്വന്തം ജീവിതത്തെ പാർത്തണം. അമ്മ കറക്റ്റ് തീർച്ചയായും ഇളക്കുന്ന ഒരുപാട് ചെയ്തതാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ പലതും തേറ്റി വരിക, പറയാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ. പുത്തമ്പള്ളി എന്താ? പുത്തമ്പള്ളി എന്താ? പെരുമ്പടപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ എറണാകുളത്തിൻ്റെ അപ്പുറത്ത്. ഇവർ പോയതാ. കുറേ ആൾക്കാർ ഇന്ന് മുസ്ലിം മതം സ്വീകരിച്ചു. കുറേ പേര് പെരുമ്പടപ്പ് അവിടേക്ക് പോയി, ഹിന്ദുക്കൾ. ഈ കുറേ പേര് പ്രാർത്ഥിച്ചേരുന്ന പള്ളിയാണ് ഇന്നത്തെ, പ്രാർത്ഥിച്ചേരുന്ന ശിവക്ഷേത്രമാണ് ഇന്നത്തെ പള്ളി. അതിന് നേരെ പിന്നിലാണ് കുളം. പിന്നെ അവിടെ തരുന്നെന്താ? വെളിച്ചെണ്ണ. അതെയാ നമ്മുടെ ക്ഷേത്രത്തിൽ. അതിപ്പോൾ പിടിക്കണം വലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. അതൊക്കെ അന്ധമായ വിരോധം, അന്ന് അംഗീകരിക്കാൻ പറ്റില്ല. സുരേന്ദ്ര ഒക്കെ തുറന്ന് പറയണം. ഇത് അരുണാസേട്ട ഈ മതം മാറിയ ജനസമൂഹങ്ങൾ തന്നെയാണല്ലോ പിന്നെ അവിടെ വന്നത്. അപ്പം അവർക്ക് അവരുടെ ചില ആചാരങ്ങളും ഒക്കെ അവർ പിന്തുടർന്നിട്ടുണ്ട്. ഇവിടെ 2 വിഭാഗങ്ങൾ മാത്രമേ പാരമ്പര്യമായിട്ടുള്ളൂ. ഒന്ന് പ്രവാചകൻ്റെ പരമ്പര അഹ്ലുൽ ബൈത്ത്, രണ്ടാമത് മഹ്ദൂമിങ്ങൾ. അത് അബൂബക്കർ സിദ്ദീഖിൻ്റെ പരമ്പരയാണ്, പൊന്നാനിലെ മഹ്ദൂമിങ്ങൾ. ഈ 2 വിഭാഗം ഒഴിച്ച് കേരളത്തിലുള്ള മുഴുവനും ഒക്കെ പരിവർത്തനം ചെയ്തവരാണ്. മറ്റുള്ളതൊക്കെ ഒക്കെ അവർ ഈ 2 വിഭാഗം പാരമ്പര്യമായിട്ട് വന്നുള്ളൂ. സയ്യിദന്മാരും മഹ്ദൂമാരും, ആ 2 വിഭാഗം. നമ്മളിതൊക്കെ തുറന്നു പറയണം. എന്തിനാ പേടിക്കണത്? പോലുള്ള എഴുതും വേണം. എൻ്റെ കുട്ടിക്കാലത്തെ രസകരമായൊരു അനുഭവം പറയാം. എൻ്റെ മുത്തശ്ശൻ പാപ്പിനിപ്പാറയിൽ, എൻ്റെ മുത്തശ്ശൻ ഒരു മന്ത്രവാദിയായിരുന്നു, നാട്ടുവൈദ്യനായിരുന്നു. ആണ് ഞങ്ങളുടെ മച്ചിന്, മുത്തശ്ശൻ്റെ തറവാട്ട് വീട്ടിലെ മച്ചിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതേ വീട്ടിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം കൂടി പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി അവിടെയൊക്കെ കാണും. മലപ്പുറം ജില്ലയിൽ എവിടെ വന്നാലും ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കാണാം. അപ്പം ആ ഓമാനൂർ ശുഹദാക്കളുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ മഞ്ചേരിക്ക് പോകുന്ന കൂണിക്കല്ലിൻ്റെ അവിടെ ഒരു നേർച്ചപ്പെട്ടിയുണ്ട്. ഈയിടെ ഞാൻ അത് കൂടെ കടന്നു പോയപ്പോൾ ആ നേർച്ചപ്പെട്ടി അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഇപ്പോഴും ആ നേർച്ചപ്പെട്ടി ഇപ്പോഴും അവിടെയുണ്ട്. അതേപോലെ പാപ്പിനിപ്പാറയിൽ ആലുംകുന്നിൽ ചെന്നാൽ അവിടെ ഈ നേർച്ചപ്പെട്ടിയുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ വല്യമ്മ കോഴി വസന്ത വരുമ്പോൾ, അതുപോലെ പ്രസവിക്കാറായിട്ടുള്ള പശു ഒരു പ്രയാസമില്ലാതെ പ്രസവിക്കുമ്പോൾ ഒരു വഴിപാട് നടന്നിട്ടുണ്ടാവും. 2 നാണയങ്ങളാണ് വഴിപാട് നേരുക. ഒന്ന് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവിടാനും മറ്റൊന്ന് കാക്കരക്കാളി ഭഗവതിയുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവിടാനുമാണ്. എന്നിട്ട് അത് ഇങ്ങനെ വിട്ടത്തിൻ്റെ മുകളിൽ ചെറിയ ഒരു തുണിയിൽ ചുറ്റിയിട്ട് ആ നാണയം, അന്ന് നാണയം എന്ന് പറഞ്ഞാൽ അത്ര അപൂർവമാണ്, ആരെങ്കിലും നാണയമൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. എൻ്റെ കുട്ടിക്കാലത്തും ഇല്ല. പണം എന്ന് പറഞ്ഞത് ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ട് ജീവിക്കല്ലേ. അപ്പോൾ ഈ നേർച്ചപ്പെട്ടിയിൽ ധാരാളമായിട്ട് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയിൽ ഞാൻ ഈ നാണയം കൊണ്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഒരു പാരമ്പര്യം. നോമ്പുകാലം വരുമ്പോൾ എല്ലാ നോമ്പുകാലത്തും ഒരു ദിവസം അലവ്യാക്ക നോമ്പറക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഒരനുഭവം. അപ്പോൾ വന്നിട്ട് ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോകും. എന്നിട്ട് അന്നത്തെ ദിവസം ബീഫിന് പകരം കോഴിയിറച്ചി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അലവ്യാക്കൊക്കെ നോമ്പ് ഇറക്കാനായിട്ട് കൊണ്ടുവരുന്ന പത്തിരി ചുട്ടിരുന്നൊരു കാലത്ത് നിന്നുള്ള പിന്നീട് ഒരു മാറ്റം, മോഡേൺ ബ്രെഡ് വന്നു തുടങ്ങിയ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് മൂപ്പര് ഒരു പാക്കറ്റ് മോഡേൺ ബ്രെഡൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ആ ബ്രെഡും ഇറച്ചി അതിപ്പോഴും നല്ല ഒരു അനുഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. ഞാൻ
കുറേ വർഷം കഴിഞ്ഞ് എഴുത്തുകാരനാവുന്നു, ഒരുമാതിരി പുരസ്കാരങ്ങൾ കിട്ടുന്നു. ആ സമയത്ത് പാവനിപ്പാറയിലെ ഒരു സംഘടന എന്നെ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൊടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാനിവിടുന്ന് പോണു. എൻ്റെ സുഹൃത്ത് ആണ് എന്നെ കൊണ്ടുവന്ന കാറിൽ. അവിടെ ഇറങ്ങി ഈ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്തു. നല്ല ആളുണ്ട്. ആ ആൾത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ കുഞ്ഞേട്ടാന്നൊരു വിളിയാണ്. കുഞ്ഞനെന്ന് എന്നെ അമ്മ വിളിച്ചിരുന്ന. അതുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത കസിൻ സിസ്റ്റേഴ്സ് അവരൊക്കെ തന്നെ ചെറിയമ്മയുടെ മക്കളായിട്ടുള്ള എൻ്റെ അനിയന്മാരൊക്കെ എന്നെ കുഞ്ഞേട്ടാന്ന് വിളിക്കാം. അപൂർവ ആളുകൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആരും എന്നെ പെട്ടെന്ന് കുഞ്ഞേട്ട എന്ന് വിളിക്കാനുള്ള ആത്മബന്ധം ആരാണ് എന്ന് നോക്കിയിട്ട് അപ്പോൾ ആ യുവാവിൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അലവ്യാക്കാൻ്റെ മോനാണ്. അപ്പോൾ ഞാൻ വല്ലാതേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഉമ്മാക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആ പഴയ കുന്നിൻ്റെ മുകളിലല്ല താമസിക്കുന്നത്, ഈ അങ്ങാടീൻ്റെ അടുത്താണ് വീട്, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഉമ്മയ്ക്ക് വയ്യ, കുഞ്ഞേട്ടൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആ താത്ത കട്ടിലിരിക്കുകയാണ്. ഒരു ഭാഗം കുടഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർമ്മകൾക്ക് വലിയ മങ്ങലില്ല. അപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. അവിടെ ചെന്നിട്ട് ആ കൈ പിടിച്ചിട്ട് ഞാൻ ആ കട്ടിലിരുന്നപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യം, ഓപ്പോള് മരിച്ചു അല്ലേ എന്നാണ്, എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അവരിങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ഓർത്തിട്ട് അവർ വല്ലാതെ വൈകാരികമായിട്ട് വല്ലാത്തൊരു മുഹൂർത്തമായിരുന്നു. അവരോട് പറഞ്ഞത്, ഇവൻ എന്നെ കുഞ്ഞേട്ടാന്ന് വിളിച്ച അലവാക്കാൻ്റെ മോനെ ചൂണ്ടിയിട്ട് പറയാണ്, ഇവനെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് പായസം കുടിക്കണം എന്നുള്ളൊരു മോഹം അലവാക്കാനോട് ഞാൻ പറഞ്ഞു. അലവാക്ക അത് ഓപ്പോളോട് ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഓപ്പോൾ ഒരു തൂക്കാത്രത്തിൽ നിറയെ പായസം ഉണ്ടാക്കിയിട്ട് ഈ കുന്ന് കയറി വന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ താത്ത. കണ്ണ് നിറഞ്ഞുപോയി ഹരിദാസേട്ട, ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. ഇതാ എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞു, ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ കുട്ടി എന്ന് പറഞ്ഞു. ഭക്ഷണം തരുമെന്ന് പറയോ, ബ്രെഡും കോഴിയിറച്ചിയും. മോഡം ബ്രെഡ്. മോഡം അന്ന് കുട്ടിക്കാലത്ത് നോമ്പറക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ആദ്യമായിട്ട് ബ്രെഡ് കഴിച്ചതപ്പോഴാണ് കോഴിയിറച്ചി. അത് ഓർത്തു വയ്ക്കുകയാണ്. ആ ഇഷ്ടം ഇത്രയും വർഷമായിട്ട് ഓർത്തു വെച്ചിട്ട് ബ്രെഡും കോഴിയിറച്ചിയും തന്നെ അവർ ഒരുക്കി വെച്ചു എന്ന് പറയുന്ന സ്നേഹത്തിന് വിലയിടാൻ കഴിയില്ല. ആ സ്നേഹത്തെയൊക്കെ അങ്ങനെ തോൽപ്പിച്ച് കളയാമെന്ന് ഒരു വംശീയ വർഗീയവാദി വിചാരിക്കേണ്ട. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾ തോറ്റുപോകും ഈ സ്നേഹത്തിൻ്റെ മുകളിൽ